വയനാട്ടിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയാണ് പല മേഖലകളിലും പെയ്തത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. സ്ഥിരമായി വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന കോട്ടത്തറ പഞ്ചായത്തിലെ വെണ്ണിയോട് പ്രദേശങ്ങളിൽ വയലിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. പല സ്ഥലത്തും മഴക്കെടുതികൾ ആവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ്. കോട്ടത്തറ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ അരികാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു പോയിരിക്കുന്നത്. തൊട്ടടുത്തുകൂടി വെണ്ണിയോട് പുഴ ഒഴുകുകയാണ്. മറ്റെല്ലാ സ്ഥലത്തും സംരക്ഷണ ഭിത്തിയുണ്ട്. ഇവിടെ ഏതാണ്ട് കുറച്ച് ദൂരം സംരക്ഷണ ഭിത്തി ഇല്ല. ആ ഭാഗമാണ് ഇടിയുന്നത്. ഇവിടെ ഭിത്തി കെട്ടാനുള്ള ഫണ്ട് പാസ്സായിട്ടുണ്ട്, ടെൻഡർ നടപടികളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ എത്ര ആവശ്യപ്പെട്ടിട്ടും അത് പ്രവൃത്തിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇതെന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഭിത്തി ഇല്ലാതായി പോയത്? ഇത് PWDയുടെ കെടുകാര്യസ്ഥതയാണ്. കഴിഞ്ഞ വർഷം സംഭവിച്ചതാണിത്. ഇത് വലിയ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. കോട്ടത്തറ പഞ്ചായത്തിൻ്റെ ആസ്ഥാനമാണ് വെണ്ണിയോട്. വെണ്ണിയോടേക്ക് കരിഞ്ഞകുന്ന്, കോട്ടത്തറ തുടങ്ങിയ ഒട്ടേറെ ചെറു പ്രദേശങ്ങളിൽ നിന്നുള്ള ഏക ഗതാഗത മാർഗം ഈ റോഡ് തന്നെയാണ്. ഇത് അപകടത്തിൽപ്പെട്ടാൽ പുഴ ഗതിമാറി ഒഴുകും. രണ്ടാമത്തത് 4-5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം വെണ്ണിയോടെത്താൻ. വളഞ്ഞു മൂക്ക് പിടിക്കണം. കാൽനട യാത്ര പോലും അസാധ്യമാവും. വെള്ളം കയറുന്ന പ്രദേശമാണ്, സ്വാഭാവിക വെള്ളം ഉണ്ടാകുന്നൊരു പ്രദേശമാണ്. വെള്ളപ്പൊക്കത്തിൽ പോലും യാത്ര ചെയ്യാൻ വലിയ പ്രയാസമുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കിയിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ പ്രയാസമാണ് ഈ നാട്ടിലുള്ളത്. മാത്രമല്ല, ഹോമിയോ ഹോസ്പിറ്റൽ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നതാണ്. സാധാരണക്കാരൻ്റെ ആശുപത്രിയാണ്. വെള്ളം കൊടുക്കുന്ന ജലനിധി, അതിൻ്റെ പമ്പ് ഇവിടെയാണുള്ളത്. വീടുകൾ എല്ലാം അവസാനമായി ഈ ഒരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ ഒന്ന് വന്നാൽ ഇവയെല്ലാം നശിക്കും. മറ്റൊരു ചൂരൽ മലയായി, മുണ്ടക്കൈയായി ഈ പ്രദേശം മാറും. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രവൃത്തി ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോയത്? കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. ഈ ഫണ്ട് വരെ പാസ്സായതാണ്. പല മെറ്റീരിയൽ സാധനവും ഇവിടെ ഇറക്കി അവർ രാത്രി കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ എഞ്ചിനീയറിൻ്റെ പ്ലാൻ പ്രകാരം എല്ലാ സാധനം ഇറക്കാമെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ കോൺട്രാക്ടർമാർ എടുത്തുകൊണ്ടുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ മേലെയായി ഇവിടെ ഇടിഞ്ഞിട്ട്. ഇപ്പം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയും. വയനാട്ടിലെ ഒരു സാഹചര്യം, മഴക്കെടുതിയുടെ നേർരൂപമാണ് കമൽ നമ്മളിലേക്ക് എത്തിച്ചത്.